ഇങ്ങനത്തെ ഒരു പൈസ ഇവിടുത്തെ ഈ ജ്വല്ലറിയിലത്തെ താടി വെച്ച് നെയ്ക്കുന്നുണ്ട് മൂപ്പരൊക്കെ ഉണ്ട്. മൂപ്പര് ഏൽപ്പിക്കുന്നതാണ്. ഇപ്പൊ നാളില്ല, സീറ്റ് കുറച്ചേ ഉള്ളൂ. പിന്നെ അത് കുറഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ മൂപ്പര് ധർമ്മവും തമ്മിലുള്ള പോരാട്ടത്തിൽ ധർമ്മം വിജയിക്കുന്നതാണ് നല്ലത്. അതായത് നമ്മൾ ഈ കളവ് ചെയ്യുകയാണ്, അതുപോലെ തന്നെ നമ്മൾ നുണ പറയുകയാണ്, നമ്മൾ വേണ്ടാത്ത ചെയ്യുകയാണ്. എന്നാൽ ജീവിതത്തിന് എന്താ ഒരു അർത്ഥമുള്ളത്? പല ജീവിതമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ഒരു അനന്തര ലോകമുണ്ട്, അനന്തര ജീവിതമുണ്ട്. അതാണ് എല്ലാ മതവും പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, നല്ല സ്വഭാവം മാത്രം കാണിക്കുക, അതുപോലെ തന്നെ ദുഷ്സ്വഭാവങ്ങളൊക്കെ പരിത്യജിക്കുക, അതുപോലെ തന്നെ നല്ല ശീലങ്ങൾ മാത്രം വളർത്തിയെടുക്കുക, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ധർമ്മപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അധർമ്മ പ്രവർത്തിക്കാതിരിക്കുക എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു രോഗമുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. മഹാഭാരത യുദ്ധത്തിൽ നമ്മളുടെ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്. എന്താണ് അർജുനനോട് പറയുന്നത്? അർജുനൻ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ആ ധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ വിജയിക്കണം. അധർമ്മത്തിന്റെ പക്ഷത്താണ് മറ്റുള്ളവർ, ധർമ്മത്തിന്റെ പക്ഷത്താണ് നമ്മൾ പാണ്ഡവന്മാർ. അതുകൊണ്ട് കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ഈ മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ചേ പറ്റുള്ളൂ. കാരണം ധർമ്മം വിജയിച്ചേ പറ്റുള്ളൂ. ചിലപ്പോൾ അത് മരിച്ചു പോയേക്കാം. അപ്പോൾ ആകെ ഒരു മനപ്രയാസത്തോടു കൂടിയാണ് അർജുനൻ നിൽക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുകയാണ് അർജുന, നീ അൽഫാധികാരിയ കൂടാമി അൽമാൽമതിയാ, നീ കാൽമാൽമതിയാ എന്ന് പറഞ്ഞാൽ അർജുന, നീ യുദ്ധം ജയിച്ചേ പറ്റൂ. ഈ യുദ്ധത്തിൽ നീ മരിച്ചു എന്ന് വരാം, പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നത് സ്വർഗമാണ്. കാരണം ഇത് അധർമ്മവും ധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. നീ വിഷമിച്ചിരിക്കേണ്ട. വീണ്ടും ശ്രീകൃഷ്ണൻ പറയുകയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ് അർജുനോട്, അർജുന, നിനക്കൊരു വിചാരം ഉണ്ടാവും. ഇപ്പോൾ നിന്റെ മനസ്സും നീയും തമ്മിലാണ് ഇപ്പോൾ യുദ്ധം. നീ വിചാരം ഉണ്ടാവും, യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കണം, ഈ യുദ്ധത്തിൽ ഞാൻ പിന്മാറണോ, യുദ്ധത്തിൽ പങ്കെടുക്കണോ, അതോ പങ്കെടുത്ത് വീരചർമ്മം അടയണം. അതാണ് വിചാരം. അർജുനന്റെ വിചാരം മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഒന്നുകിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ പിന്മാറും, അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് പങ്കെടുത്ത് വീരചർമ്മം അടയും. അതാണ് പറയുന്നത്. ഹേ അർജുന, എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ നീ ഒന്നിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ പിന്മാറുക, അല്ലെങ്കിൽ യുദ്ധത്തിൽ വീരചർമ്മം അടയുക. അതുപോലെ തന്നെയാണ് മറ്റൊരു ഘട്ടത്തിൽ അഭിമന്യു പറഞ്ഞു, ഈ യുദ്ധത്തിൽ ഞാൻ എങ്ങനെയാണ് പങ്കെടുക്കുക? കാരണം അധർമ്മമാണ്. ധർമ്മമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അമ്മാവൻ, എൻ്റെ ചെറിയച്ഛൻ, എൻ്റെ വലിയച്ഛൻ, ഒരുപാട് ബന്ധുക്കളും, ഇവരോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? ഇതെങ്ങനെ ധർമ്മമാവും? ഹേ ഭഗവാനെ, ഇവിടെ തന്നെ ഭഗവാൻ പറയുന്നതാണ്, നമ്മൾ ധർമ്മത്തിന് വേണ്ടിയിട്ട്, അതായത് 75% ധർമ്മവുമുണ്ട്, 25% അധർമ്മവുമാണെങ്കിൽ ആ യുദ്ധം നമ്മൾ ചെയ്യണം. മുൻതൂക്കം ധർമ്മത്തിനാണ്. ഒരു ഉദാഹരണം പറയാം. അറേബ്യയിൽ ഈത്തപ്പഴ കച്ചവടം നടത്തുന്ന ഒരാളുടെ അടുത്ത് ഒരു അറബി വന്നിട്ട് ചോദിച്ചു, ഈ ബാസ് നോക്കിവാ, ഈ ഈത്തപ്പഴത്തിന് എന്താണ് വില? ഈ ഈത്തപ്പഴത്തിന് എന്താണ് വില? ആ കച്ചവടക്കാരൻ പറഞ്ഞു, 5 6 റിയാൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഈത്തപ്പഴം നല്ല ഈത്തപ്പഴമാണ്, ഇതിന് 6 റിയാലാണ്. അപ്പോൾ വാങ്ങാൻ വന്ന ആള് പറഞ്ഞു, 5 റിയാലിന് ഇങ്ങും 6 റിയാൽ. എന്താണിത്? മാർക്കറ്റിൽ 5 റിയാലാണല്ലോ, നിങ്ങളുടെ കാലത്ത് എന്താണിത് 6 റിയാൽ? നിങ്ങൾ ജനങ്ങളെ വഞ്ചിച്ചല്ലേ ഈ കച്ചവടം ചെയ്യുന്നത്? ഇത് ധർമ്മമാണ്. അപ്പോൾ ആ ഒരു വരളിപ്പാടെന്ന പോലെ ആ കച്ചവടക്കാരന്റെ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞു, കച്ചവടക്കാരനല്ല പറയുന്നു, 5 റിയാൽ 6 റിയാൽ 1 റിയാൽ മേൽ കുടുംബം 5 റിയാലിനാണ് ഞാൻ വാങ്ങിയത്, 6 റിയാലിനാണ് ഞാൻ വിൽക്കുന്നത്. സത്യത്തിൽ നിങ്ങളെ വഞ്ചിക്കുകയാണ്. പക്ഷെ ആ 1 റിയാൽ കൊണ്ട് ഞാൻ എൻ്റെ വലിയ കുടുംബമാണ് ധാർമ്മികമായി പുലർത്തുന്നത്. അതുകൊണ്ട് അധർമ്മമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ അഭിമന്യുവിനോട് ഭഗവാൻ പറഞ്ഞു, അഭിമന്യു, ഹേ അഭിമന്യു, നീ നിന്റെ മാതൃനാണ്, അമ്മാവനാണ്, അതുപോലെ തന്നെ ചെറിയച്ഛനാണ്, വലിയച്ഛനാണെന്ന് വിചാരിച്ച് ദൈവത്തിൽ നിന്ന് പിന്തിരിയേണ്ട. 75% ധർമ്മമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് ബന്ധുക്കളാണെങ്കിലും നീ അവരെ കൊല്ലുക. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഈ മരണാനന്തരം നമുക്ക് നല്ലൊരു ജീവിതമുണ്ട്, അതിലേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, അതായത് അതിലേക്ക് വേണ്ടിയുള്ള നമ്മളുടെ ഒരുക്കമാനങ്ങളാണ്. ഒരു പ്രാക്ടീസാണ്. ഏതൊരു കളി തുടങ്ങുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് പ്രാക്ടീസ് ചെയ്യും. അതുപോലെ ഒരു പ്രാക്ടീസാണ്. അതാണ് പറയുന്നത് അർജുനോട് ശ്രീകൃഷ്ണൻ പറയുന്നത്, അർജുന നീ എന്ന് പറഞ്ഞാൽ നീ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? അതിന്റെ ഫലം നിനക്ക് അനന്തലോകത്താണ് അനുഭവിക്കാൻ കഴിയും.